ഇടുക്കി ഗവൺമെൻറ് കോളേജിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് മനോരമ റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ആനന്ദെന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപകൻ, ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനാണ്. അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, ലെക്ചററാണ്. അപ്പോൾ അദ്ദേഹം പ്രൊഫസറാണ് അവിടുത്തെ. അപ്പോൾ അദ്ദേഹം ഈ അവിടെ പരീക്ഷ നടന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 8 കുട്ടികളെങ്ങാണ്ട് പരീക്ഷ വളരെ കുറച്ച് പേരേ ഉള്ളൂ പരീക്ഷ എഴുതിയിട്ടുള്ളത്. ആ പരീക്ഷ എഴുതിയ ആളുകൾ, എക്കണോമിക്സിൻ്റെ പരീക്ഷ എഴുതിയ കുട്ടികൾ, വിദ്യാർത്ഥിനികൾ 5 പേര് കോപ്പി അടിച്ചു. അദ്ദേഹം അത് കൈയോടെ, ആനന്ദ് അത് പോയി കൈയോടെ പിടികൂടിയിട്ട് ആ ഇൻവിജിലേറ്ററുടെ അടുത്ത് പറഞ്ഞു, ഇതിന് നടപടിയെടുക്കണം, ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ ഇൻവിജിലേറ്റർ കൊടുത്തു. ഇൻവിജിലേറ്ററും പ്രിൻസിപ്പലൂടെ ചേർന്നുകൊണ്ട് ഇത് അങ്ങ് ഒത്തുതീർപ്പാക്കി. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് അങ്ങ് ഒതുക്കി. ഒത്തുതീർപ്പെന്ന് പറഞ്ഞാൽ അങ്ങ് ഒതുക്കി തീർത്തു കഴിഞ്ഞ് അത് വലിയ പ്രശ്നമാവും എന്ന് മനസ്സിലായി. അപ്പോൾ ഇതറിഞ്ഞു. ഇയാൾ ചോദിച്ചു, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അവസാനം അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആനന്ദ് ഇത് നേരെ സർവകലാശാലയിലേക്ക് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തതിൻ്റെ പുറകെ സംഭവിച്ചേക്കുന്ന കാര്യമാണ് വളരെ വിചിത്രം. ഈ 5 വിദ്യാർത്ഥിനികൾ ഒരു പരാതി അങ്ങ് പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്കും ഒക്കെ അങ്ങ് കൊടുത്തു. എന്താണെന്നറിയോ? പരാതി വളരെ, അതായത് ആ ഓഗസ്റ്റ് മാസം മുതൽ സെപ്റ്റംബർ ഏതാണ്ട് 14 വരെ ഒരു തീയതിയിലാണ്, അതുവരെയുള്ള തീയതികളിൽ ഈ അവർ ലൈംഗികമായിട്ട് ഈ കുട്ടികളെ പീഡിപ്പിച്ചെന്ന്. ഇത് 10 വർഷം മുമ്പാണ് ഈ സംഭവം. അത് നടപടിയെടുക്കണം എന്നാണ്. സർവകലാശാല ഏതായാലും ഒരു ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി നടത്തി. അത് പ്രോപ്പറായിട്ടൊന്നും അല്ല നടത്തിയെന്നാണ് ആനന്ദ് പറയുന്നത്. കാരണം ഒരു വൺ സൈഡഡ് ആയിരുന്നു. അപ്പോൾ ആനന്ദ് വിവരം കളക്ട് ചെയ്തപ്പോൾ എന്താണെന്നറിയോ? ഈ കൊടുത്ത പരാതി എഴുതിയത് അവിടുത്തെ CPM-ൻ്റെ ഓഫീസിൽ വെച്ചാണ്. അന്ന് ഉണ്ടായിരുന്ന MLA-യും എല്ലാം കൂടെ ചേർന്നാണ്, ആ സ്വാധീനത്തിലാണ് ഈ വിദ്യാർത്ഥിനികൾ ഇതേപോലെ ലൈംഗികമായി അവരെ ഉപദ്രവിച്ചു എന്നുള്ള പരാതി ഇയാൾക്കെതിരെ കൊടുത്തത്. ഏതായാലും പരാതി കേസായി. 4 കേസ് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു. അവസാനം ഇപ്പോൾ ഏതായാലും അയാളെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് അയാളെ അഡീഷണൽ സെഷൻസ് കോടതി, തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. 10 വർഷം അയാൾ അനുഭവിച്ചു. അയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് നീതി കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ 10 വർഷം വിദ്യാർത്ഥിനികൾ അധ്യാപകനോട് ചെയ്ത കാര്യമാണ്. അയാൾ കോപ്പിയടി പിടിച്ചു, അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അയാൾ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞങ്ങ് പരാതിയാണ് കൊടുത്തേക്കുന്നത്. കള്ളപ്പരാതി കൊടുത്തു എന്നാണ് ആനന്ദ് പറയുന്നത്. അത് ഏത് സ്റ്റുഡൻസ് ആണെന്ന് നമുക്കറിയില്ല, അവരുടെ പേരൊന്നും പറയാൻ പാടില്ലല്ലോ. ഏതായാലും ഈ കള്ളപ്പരാതി കൊടുത്തതിന് അത് അവർ മനസ്സിലാക്കണ്ടേ, മനുഷ്യരാണോ ഇവർ? ഈ പരാതിയുടെ പുറകിൽ അവിടുത്തെ ആ കോളേജിലെ മറ്റ് അധ്യാപകരും, നല്ലൊരു വിഭാഗം അധ്യാപകരും പ്രിൻസിപ്പലും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടാണ് ഈ അധ്യാപകനെതിരെ ഇതേപോലെ ഒരു പരാതി കൊടുപ്പിച്ചേക്കുന്നത്. അതിനകത്ത് അന്നത്തെ MLA-ക്ക് പങ്കുണ്ട്, അതുപോലെ തന്നെ CPM പ്രവർത്തകർക്കും നേതാക്കൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പാവം മനുഷ്യൻ കഴിഞ്ഞ 10 വർഷമായിട്ട്, കുറേ നാളെ അയാൾ ജയിലും കിടന്നു കേട്ടോ, 10 വർഷമായിട്ട് അയാൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനൊരു നല്ലൊരു കാര്യം ചെയ്ത ഒരു അധ്യാപകൻ, അയാൾ കോപ്പിയടി പിടിച്ചതാണ്, കോപ്പിയടി പിടിച്ചു, അയാളത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരൊറ്റ കുറ്റമാണ് ചെയ്തത്. അതിന് പകരം അയാൾക്ക് കിട്ടിയതോ? അയാൾ ശരിയായ ഒരു കാര്യമാണെന്നല്ലോ ചെയ്ത, കുറ്റമൊന്നുമല്ല. അപ്പോൾ അത് ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയ പ്രതിഫലമാണ് ഞാൻ ഈ പറഞ്ഞത്, പീഡന പരാതി, വ്യാജ പരാതി. യഥാർത്ഥം ഈ വ്യാജ പരാതി കൊടുത്ത ഈ വിദ്യാർത്ഥിനികളെ, അതിൻ്റെ പുറകിലുള്ളവരെയും കണ്ടുപിടിച്ച് ശിക്ഷിക്കണ്ടേ? അതല്ലേ വേണ്ടത്? അത് കോടതി ഡയറക്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, ജഡ്ജ്മെൻറ്റ് ഞാൻ കണ്ടില്ല. പക്ഷേ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അങ്ങനെയാണ്.
ഇതുപോലെ കള്ളമായിട്ട് ഇതുപോലെ CPM എൻ്റെ ആഫീസിൽ, പാർട്ടി ഓഫീസിൽ വെച്ച് പരാതി തയ്യാറാക്കിയിട്ട് ഇതുപോലെ കൊടുപ്പിച്ചതാണെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റാളുകളുണ്ടെങ്കിൽ ആ ഒരു കൺസൾട്ടൻ്റായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ ഫലമായിട്ടാണ് ഈ വ്യാജ പരാതി വന്നതെന്നുണ്ടെങ്കിൽ ആ പരാതി കൊടുത്തവരെയും, വ്യാജ പരാതി കൊടുത്തവരെയും, അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്നവരെയും ഒത്താശ ചെയ്തു കൊടുത്തവരെയെല്ലാം ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? ഈ 10 വർഷം ഈ നഷ്ടപ്പെട്ട ഈ മനുഷ്യന് ആര്, ഇതുപോലെ തന്നെ മാനഹാനി അനുഭവിച്ച ഈ മനുഷ്യന് ആര് നീതി കൊടുക്കും? ആര് തിരിച്ചു കൊടുക്കും? അത് ജുഡീഷ്യറിയുടെ കടമയാണ്. അത് ആ ജഡ്ജ്മെൻറ്റ് പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ജഡ്ജ്മെൻറ്റ് കാണാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ജഡ്ജ്മെൻറ്റ് പുറത്ത് വന്നില്ല, റിപ്പോർട്ട് കിട്ടിയതേ ഉള്ളൂ ഇപ്പോൾ. ഏതായാലും ഇതിന്മേൽ നടപടി വേണം. അതിൻ്റെ ഒരു സത്വര ശ്രദ്ധ തന്നെ ഇതിനകത്ത് പതിയണം. ഇങ്ങനെ ആരും ചെയ്യരുത്. ഈ ഗുരുശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു ബന്ധമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ആ ഗുരുവിനെ, ഒരു ദൈവതുല്യനായിട്ട് കാണേണ്ട ഗുരുവിനെ, ദൈവത്തിലേക്ക് പോകേണ്ട ആ വഴിയിലുള്ള ഗുരുവിനെ ഈ രീതിയിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. സമൂഹത്തിന് എന്തുമാത്രം മോശമായൊരു മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണ്ടേ? അതിന് തയ്യാറാകണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതേപോലെ വ്യാജ പരാതികളും കൊടുത്ത് ഈ ആളുകളെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അതിന്മേൽ നടപടി ഉണ്ടാകണം.